ചേച്ചി അതാണോ ചെയ്തത്? ചേച്ചിയുടെ ജീവിതത്തെക്കാൾ പ്രാധാന്യം എന്റെ ജീവിതത്തിനാ കൊടുക്കുന്നത്. അതുകൊണ്ടല്ലേ ആനന്ദേട്ടനെ വിവാഹം കഴിക്കണമെന്നും പറഞ്ഞ് മുത്തശ്ശൻ നിർബന്ധിച്ചിട്ടും ചേച്ചി ഇരു മനസ്സോടെ നിന്നത്. അത് കണ്ടപ്പോ, ചേച്ചിയുടെ ആ ധർമ്മ സങ്കടം കണ്ടപ്പോ എനിക്ക് സഹിക്കാതെ ചെയ്തു പോയത്. മുത്തശ്ശൻ പറഞ്ഞതാ ശരി. മറ്റുള്ളവർക്ക് വേണ്ടി ചേച്ചിയുടെ ജീവിതം നശിപ്പിക്കാൻ പാടില്ല. ഞാൻ ചേച്ചിയുടെ കാല് പിടിച്ച് പറയാം, ദയവ് ചെയ്ത് ചേച്ചി എനിക്ക് വേണ്ടി ഭാർഗവി മുത്തശ്ശിയുടെ ഡിമാൻഡ് അംഗീകരിക്കരുത്. അത് അമ്മ ഒന്നും മിണ്ടാതിരുന്ന്, അമ്മ ഇതിൽ ഇടപെടണ്ട. ഞാൻ പറയട്ടെ. ചേച്ചി ഞാൻ പറയുന്ന ഒന്ന് കേൾക്കണം. സിദ്ധാർത്ഥേട്ടനെ കല്യാണം കഴിക്കാന്നും പറഞ്ഞ് ചേച്ചി സമ്മതിക്കരുത്. ഇതെന്റെ അപേക്ഷയാ. ചേച്ചി ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു ത്യാഗം എനിക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവട്ടെ എന്ന് കരുതി ചേച്ചി ചെയ്യരുത്. അത് വേണ്ട. അതിന് ഞാൻ അനുവദിക്കില്ല. അപ്പൊ നിന്റെ ജീവിതം വേണ്ട. ചേച്ചി ആനന്ദേട്ടനെ തന്നെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കണം. അപ്പൊ നീയും അഭിഷേകും തമ്മിലുള്ള വിവാഹം എങ്ങനെ നടക്കും? സിദ്ധാർത്ഥനെ കല്യാണം കഴിക്കാൻ ഞാൻ സമ്മതിച്ചാലല്ലേ? ഇല്ല, എന്തായാലും ഇനി ഒരു വിവാഹത്തിന് ഞാനില്ല. അഭിഷേകിനെ എനിക്ക് ഇഷ്ടമായിരുന്നു. അവനൊത്തൊരു ജീവിതം ഞാൻ സ്വപ്നം കണ്ടതുവാ. അതൊന്നും പെട്ടെന്ന് മനസ്സിൽ നിന്ന് മാഞ്ഞു പോവില്ല. അതൊന്നും മറക്കാൻ എനിക്ക് പറ്റില്ല. അതുകൊണ്ട് എല്ലാം മറന്നൊരു ജീവിതം എനിക്ക് വേണ്ട. മോളെ, നീ ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. എനിക്കൊന്നും കേൾക്കണ്ട. ആരും ഇനി ഈ വിവാഹത്തെ പറ്റി എന്നോടൊന്നും പറയാൻ വേണ്ട. ഞാൻ ഇങ്ങനെ തന്നെ ജീവിച്ചോളാം, ഇല്ലെങ്കിൽ മരിച്ചോളാം. സിദ്ധുവേട്ടനുമായിട്ടുള്ള വിവാഹത്തിന് ചേച്ചി സമ്മതിക്കരുത്. പൊന്നാരം തോട്ടത്തിലെ ജാനകിയുടെയും മഹാദേവന്റെയും മൂത്ത മകൻ സിദ്ധാർത്ഥൻ മാനസിക നില തെറ്റിയ ആളാ. ദേവിക ഒന്ന് ചിന്തിക്കൂ. അഞ്ജിതയുടെയും ഗോപികയുടെയും ഭാവി ഇപ്പോ ദേവികയുടെ കൈകളിലാണ്. താൻ എടുത്തിരിക്കുന്ന തീരുമാനം എന്തൊക്കെയോ ചില സമ്മർദ്ദങ്ങളുടെ പുറത്താണ്. കുഞ്ഞെ, വലിയ ചിന്തയിലാണെന്ന് തോന്നുന്നല്ലോ. വിഷമിക്കണ്ട മോളെ. നീ തേടുന്ന ഉത്തരം നിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. ഈ കാക്കാത്തി വെറുതെ ഒന്നും പറയില്ല. പറയുന്നത് കൃത്യമായിരിക്കും. ദൈവത്തെ മുറുകെ പിടിച്ചോളൂ. മോളുടെ മനസ്സിലുള്ള ഉത്തരം പലപ്പോഴായി ദൈവം മോൾക്ക് കാണിച്ചു തരും. മോള് സമാധാനായിട്ടിരിക്കെ. നീ തേടുന്ന ഉത്തരം നിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട്.
നീ എവിടെയാ? ആശുപത്രിയിലെ മറ്റാണോ? ഞാൻ ആശുപത്രിയിലല്ല. ആ, എന്നാ വേഗം വീട്ടിലേക്ക് വാ. എന്താ മുത്തശ്ശ, എന്തെങ്കിലും അത്യാവശ്യം? നീ വാ, പറയാം. ഞാൻ ദാ എത്തി. ഇത് നമ്മുടെ ദേവികയല്ലേ? ദേവികെ, ഇനി വന്നേ. എന്റെ മോനെ വിവാഹം കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് നിന്റെ അനിയത്തി ആത്മഹത്യക്ക് ശ്രമിച്ചു എന്ന് കേട്ടു. അല്ല, നിന്നെക്കുറിച്ച് പറയുമ്പോ ജാനകി അടുത്തേക്കും അമ്മയ്ക്കും 100 നാവാം. നീ ദയാലുവാണ്, കരുണയുള്ളവളാണ്, മറ്റുള്ളവരുടെ സങ്കടം കണ്ട കൂടെ കരയുന്നവളാണ് എന്നൊക്കെ അവര് പറയുന്നേ. പക്ഷെ നിന്റെ അനിയത്തിമാര് സങ്കടത്തിലായിട്ടും അവരെക്കുറിച്ച് ചിന്തിക്കാതെ, അവർക്ക് വേണ്ടിയെങ്കിലും വിവാഹത്തിന് സമ്മതിക്കാതെ നീ ഇവിടെ പാർക്കിൽ വന്നിരിക്കുകയാണോ? കഷ്ടം തന്നെ നിന്റെ കാര്യം. എനിക്ക് അത്യാവശ്യമായിട്ട് വീട്ടിൽ ചെല്ലണം. മുത്തശ്ശൻ വിളിച്ചിരുന്നു, ഞാൻ ചെല്ലട്ടെ. ദേവികേ, പറമോളെ. അമ്മേ, അത് സംസാരിക്കാൻ തുടങ്ങിയിട്ട് എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. ഋഷി ഇപ്പോഴും മയക്കത്തിൽ തന്നെ അമ്മേ. അമ്മേ, എനിക്കൊരു കാര്യം അമ്മയോട് പറയാനുണ്ട്. പറഞ്ഞു, എന്താ കാര്യം? എന്റെ ചേച്ചിയുടെ ജീവിതം നശിപ്പിക്കാനാണോ അമ്മ ശ്രമിക്കുന്നത്? സുഖമില്ലാത്ത ഏട്ടനെ കൊണ്ട് എന്റെ ചേച്ചിയെ വിവാഹം കഴിപ്പിക്കാൻ എന്തിനാ ശ്രമിക്കുന്നത്? ഞാൻ ചോദിച്ചത് അമ്മ കേട്ടില്ലേ? അമ്മ അതിന് മറുപടി പറയണം. ആരാ മോളെ? നിങ്ങൾ ആരൊക്കെ തീരുമാനിച്ചാലും, ചേച്ചി സമ്മതിച്ചാലും, സിദ്ധുവേട്ടനും ദേവികേച്ചിയും തമ്മിലുള്ള വിവാഹത്തിന് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. എന്റെ ചേച്ചിയുടെ ജീവിതം അങ്ങനെ ഒരു പരീക്ഷണത്തിന് വിട്ടുകൊടുക്കാനുള്ളതല്ല. ചേച്ചിക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവണം. അതുണ്ടായേ തീരും. അതുണ്ടായി കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഗോപികെ, നിർത്ത. നീ എന്ത് അഹങ്കാരത്തിലാ ഇങ്ങനെ സംസാരിക്കുന്നേ? ഞങ്ങളുടെ കുട്ടനെ നിനക്ക് തീരെ പിടിക്കുന്നില്ല അല്ലേ? നീ പറഞ്ഞതൊക്കെ കേട്ട് തകർന്നു നിൽക്കുക ജാനകി. നിനക്ക് സിദ്ധുവിനെ കുറിച്ച് എന്തറിയാം? ഒരു രാജകുമാരനെ പോലെ ജീവിച്ചിരുന്നവനാ ഞങ്ങളുടെ സിദ്ധാർത്ഥൻ. 3 വർഷം മുമ്പ് വരെ ഞങ്ങളുടെ സിദ്ധു മിടുക്കനായൊരു ചെറുപ്പക്കാരനായിരുന്നു. ബിസിനസ്സും വീടും എല്ലാം അവൻ ഒറ്റയ്ക്കാ നോക്കി നടത്തിയിരുന്നത്. നിർഭാഗ്യവശാൽ അവൻ ഒരു അപകടത്തിൽപ്പെട്ടു. അതിനുശേഷം അവൻ ഇപ്പോ കാണുന്ന സിദ്ധുവായി മാറിയത്. അത് അവന്റെ ദുർവിധി. അല്ലാതെ എന്തു യോഗ്യത കുറവാ അവനുള്ളത്? അവൻ ഇപ്പൊ സംഭവിച്ചിരിക്കുന്ന ഈ അസുഖം അത് എപ്പോ വേണമെങ്കിലും ഭേദപ്പെടാം. എപ്പോ വേണമെങ്കിലും അവൻ പഴയ ജീവിതത്തിലേക്ക് മടങ്ങി വരാം. അത് നീ മറക്കരുത്. ഇവിടെ ഇപ്പൊ ഇങ്ങനൊരു സാഹചര്യം ഉണ്ടായത് നീ കാരണോ? നിന്റെ ജാതകദോഷം കണ്ട ഈ അപകടം ഉണ്ടായത്. ഋഷി ഇത്രയും ക്രിട്ടിക്കലായി അവിടെ കിടക്കുന്നത്. എത്രയും പെട്ടെന്ന് ഋഷി ആരോഗ്യം വീണ്ടെടുത്ത് തിരികെ വരണം. അതിന് നിന്റെ ജാതകദോഷം തീർക്കണം. അത് തീർക്കാനാ ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നീ മനസ്സിലാക്ക്. സിദ്ധുവായിട്ടുള്ള വിവാഹത്തിന് നിനക്കും നിന്റെ ചേച്ചിക്കും നല്ല മനസ്സുണ്ടെങ്കിൽ മാത്രം സമ്മതിച്ചാ മതി. ഇവിടെ ഞങ്ങൾ ആരെയും നിർബന്ധിച്ച് കെട്ടിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ദാ. ഹലോ,
ദേവികെ, നീ എന്താണ് കാണിച്ചത്? മനസ്സിലായില്ല. എന്താ അമ്മ? എന്തു പറ്റി? എന്തു പറ്റിയെന്നോ? ഗോപികയ്ക്ക് ആക്സിഡന്റ് ആയിട്ട് എത്ര ദിവസമായിടി? എന്നിട്ട് ഇന്നേ വരെ അതേപ്പറ്റി ഒരു അക്ഷരം നീ എന്നോട് മിണ്ടിയോ? അമ്മ, ഞാൻ... നീ മാത്രമല്ല, അച്ഛനും ഒന്നും പറഞ്ഞില്ല. ഇതെല്ലാം നടന്നിട്ട് ഞാനൊന്നും അറിഞ്ഞില്ല. ഇത് ഗോപിക ഒന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. എന്റെ മോളുടെ അവസ്ഥ ഓർക്കുമ്പോ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എന്നാലും ഇതൊന്നും എന്നെ അറിയിച്ചില്ലല്ലോ മോളെ. അമ്മ, മറ്റൊന്നും കൊണ്ടല്ല പറയാതിരുന്നത്. ഗോപൻ ആക്സിഡന്റ് ഉണ്ടായിന്ന് അമ്മ കേട്ടാ എത്രമാത്രം വിഷമിക്കുന്ന എനിക്ക് നന്നായിട്ട് അറിയാം. എന്തിനു വെറുതെ അമ്മയെ കൂടി ടെൻഷൻ ആക്കുന്നെന്ന് വിചാരിച്ച ഇതൊന്നും അമ്മയോട് പറയാതിരുന്ന്. ശരി, അതവിടെ നിൽക്കട്ടെ. ആ ആനന്ദിന്റെ ആലോചനയുടെ കാര്യം എന്തായി? നീ അത് വേണ്ടെന്ന് വെച്ചു അല്ലേ? അമ്മ, അത് നമ്മുടെ ആനന്ദേട്ടനും വിമലാന്റിയും ഇവിടെ വന്നു പോയ ശേഷം പൊന്നാരം കോട്ടത്തുനിന്ന്... നിർത്ത്. അതൊന്നും എനിക്ക് കേൾക്കണ്ട. അതൊക്കെ ഗോപു പറഞ്ഞു. ദേ, ഒരു കാര്യം ഞാൻ തീർത്തു പറഞ്ഞേക്കാം. മാനസിക നില തെറ്റിയ ഒരാളുമായിട്ട് നിന്റെ വിവാഹം ഒരിക്കലും നടക്കില്ല. അവർക്ക് വലുത് അവരുടെ മോന്റെ ഭാവിയാ. എനിക്ക് വലുത് നിന്റെ ജീവിതമാ. ആ മനോരോഗിയായ സിദ്ധാർത്ഥിനെ ശുശ്രൂഷിച്ച് തീർക്കാനുള്ളതല്ല. അമ്മ, കൂടുതൽ ഒരു വിശദീകരണവും വേണ്ട. ഞാൻ പറയുന്നത് അങ്ങ് അനുസരിച്ചാ മതി. അനുസരിച്ചേ മതിയാവൂ. സിദ്ധാർത്ഥനുമായിട്ടുള്ള കല്യാണം നടക്കാൻ പോകുന്നില്ല. ആനന്ദനുമായിട്ടുള്ള കല്യാണം നടക്കൂ. അതുകൊണ്ട് പൊന്നാനം തോട്ടുകരക്കാരെ വിളിച്ച് സിദ്ധാർത്ഥുമായിട്ടുള്ള വിവാഹം നടക്കില്ലെന്ന് പറയണം. ഞാൻ ഉടനെ തന്നെ നാട്ടിലേക്ക് വരുന്നുണ്ട്. വരുമ്പോ നീയോ ആനന്ദുമായിട്ടുള്ള വിവാഹം എനിക്ക് കാണണം. അമ്മേ, അമ്മ, നമ്മുടെ പദ്ധതി സക്സസ് ആവും അമ്മ. ഇത്തവണ നമ്മൾ വിജയിച്ചിരിക്കും മോളെ. അഭിഷേകും നീയും തമ്മിലുള്ള വിവാഹം നടന്നിരിക്കും. അതിനുവേണ്ടി ഞാൻ ഏതറ്റം വരെയും പോകും. അതമ്മ എന്റെ കൈ മുറിച്ചപ്പോ തന്നെ എനിക്ക് മനസ്സിലായി. അത് പിന്നെ മോളെ, ഞാൻ അപ്പ ആ ബുദ്ധി പ്രയോഗിച്ചില്ലെങ്കിൽ നിന്റെ മുത്തച്ഛന്റെ നിർബന്ധത്തിന് വഴങ്ങി ദേവിക സത്യം ചെയ്തേനെ. ദേവിക ആനന്ദിനെ കെട്ടാന്ന് അച്ഛന് സത്യം ചെയ്ത് കൊടുത്തിരുന്നെങ്കിലേ അതോടെ എല്ലാം കഴിഞ്ഞേനെ. ആനന്ദിനും ദേവികയുമായുള്ള വിവാഹം നടക്കും. നിന്റെ വിവാഹം നടക്കുകയില്ല. സിദ്ധുവും ദേവികയുമായുള്ള വിവാഹം നടന്നില്ലെങ്കിൽ നിന്റെയും അഭിഷേകിന്റെയും വിവാഹം നടത്താൻ മുത്തശ്ശൻ സമ്മതിക്കോ? അതാലോചിച്ചപ്പോ പെട്ടെന്ന് വേറൊരു മാർഗം എന്റെ മുന്നിൽ തെളിഞ്ഞില്ല. അതുകൊണ്ടാണ് ഞാൻ കത്തിയെടുത്തത്. അല്ലെങ്കിലും തള്ള ചവിട്ടിയ പിള്ളയ്ക്ക് കേടൊന്നുമില്ല. എന്നാലും ഇത് ഇത്തിരി കൈവിട്ട പ്രയോഗമായിപ്പോയി. നിന്റെ കൈ മുറിക്കുമ്പോഴേ അച്ഛന്റെയും ദേവികയുടെയും ശ്രദ്ധ തെറ്റിക്കണമെന്നേ എനിക്കുണ്ടായിരുന്നുള്ളൂ. പക്ഷേ നീ എന്നേക്കാളും ഗെയിമിയ. ഇന്നലെ രാത്രി എന്തൊരു അഭിനയ നീ അവരുടെ മുന്നിൽ കാഴ്ചവെച്ച്. എന്റെ പെർഫോമൻസ് ഏറ്റിട്ടുണ്ടാവും അമ്മേ. സംഗതി കൊളുത്തിയ മട്ട് തന്നെയാ. ദേവികേച്ചി പിന്നീട് അമ്മയെ വിളിച്ചെന്തെങ്കിലും പറഞ്ഞോ? ഒന്നും പറഞ്ഞൊന്നുമില്ല. ഞാനായിട്ടൊന്നും ചോദിക്കാനും പോയില്ല. നമുക്ക് വെയിറ്റ് ചെയ്യാം. അവള് തന്നെ ഇങ്ങോട്ട് വന്ന് തീരുമാനവും പറഞ്ഞോളൂ. അഭിഷേക മോനോ, വാ. വാ. ഏയ് വേണ്ട, അഞ്ചിത കിടന്നോളൂ. മോനിവിടെ ഇരിക്കേ. വേണ്ട, സാരമില്ല, ഞാൻ ഇവിടെ നിന്നോളാം. താൻ എന്താണ് ഈ കാണിച്ചത്?
താൻ എന്തിനാ ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്യാൻ പോയത്? കരയണ്ട. എന്താ, എന്തു പറ്റി? ഞാൻ ചോദിച്ചത് വിഷമായോ? വേണ്ട, ഒന്നും പറയണ്ട. താൻ കരയാതിരിക്കെ. അഞ്ജു, അഞ്ജിത, കാം ഡൗൺ. താൻ സമാധാനിക്കേ. എനിക്ക് അഭിയേട്ടനെ നഷ്ടപ്പെടുമെന്ന് പേടിയായിപ്പോയി. അതെന്തിനാ അങ്ങനെ ഒരു പേടി? ദേവികേച്ച സിദ്ധുവേട്ടനെ വിവാഹം കഴിക്കാമെന്ന് സമ്മതിച്ചാലല്ലേ നമ്മുടെ വിവാഹം നടക്കും. രണ്ട് വിവാഹം ഒരുമിച്ച് നടത്താൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ വിവാഹം നടക്കില്ലെന്ന മുത്തശ്ശി പറഞ്ഞിരിക്കുന്നത്. അതെ, അതിനിപ്പോ എന്തുണ്ടായി? ദേവികേച്ച വിവാഹത്തിന് സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. ചേച്ചിയെ കൊണ്ട് ആനന്ദേട്ടനെ വിവാഹം കഴിപ്പിക്കാനാ മുത്തശ്ശിന്റെ താല്പര്യം. ആ വിവാഹത്തിന് സമ്മതമാണെന്ന് ചേച്ചി മുത്തശ്ശിനെ സത്യം ചെയ്ത് കൊടുക്കണമെന്നും പറഞ്ഞ് മുത്തശ്ശി വാശി പിടിച്ചു. അത് കേട്ട് ചേച്ചി സത്യം ചെയ്യാൻ തുടങ്ങി. അത് കണ്ടപ്പോഴാ എനിക്ക് അഭിയേട്ടനെ ഒത്തിരി ഇഷ്ടമാ. ഇനി എനിക്ക് അഭിയേട്ടനെ മറക്കാൻ പറ്റില്ല. അഭിയേട്ടനെ നഷ്ടപ്പെട്ടിട്ട് ഞാൻ എന്തിനാ ജീവിച്ചിരിക്കുന്നത്? അബിക്കറിയാലോ, ഋഷിയുമായുള്ള ഇവളുടെ വിവാഹ മണ്ഡപം വരെ എത്തിയതാ. എന്നിട്ടാ അത് തട്ടിത്തെറിച്ചു പോയത്. അന്നേ എന്റെ കുട്ടിയുടെ മനസ്സ് വല്ലാതെ തകർന്നതാ. ആ വിഷമം താങ്ങാനാവാതെയാ ഇവള് കടലിൽ ചാടി ആത്മഹത്യക്ക് ശ്രമിച്ചത്. തക്ക സമയത്ത് അബിയെ ദൈവം അവിടെ എത്തിച്ചതുകൊണ്ട് ഇവളെ ഞങ്ങൾക്ക് ജീവനോടെ കിട്ടി. ഇല്ലെങ്കിലോ അങ്ങനെ ഏതാണ്ട് ജീവിതം തന്നെ വെറുത്ത അവസ്ഥയിൽ കഴിഞ്ഞിരുന്ന ഇവള് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത് അഭിഷേകിന്റെ വിവാഹാലോചന വന്നപ്പോഴായിരുന്നു. അഭിഷേകിനൊപ്പം നല്ലൊരു ജീവിതം ഉണ്ടാകുമെന്ന് ഇവള് വല്ലാതെ പ്രതീക്ഷിച്ചു. പക്ഷെ അത് നടക്കില്ലെന്ന് വന്ന അത് നടക്കില്ലെന്ന് ആരാ തീരുമാനിക്കേണ്ടത്? ഞാനല്ലേ തീരുമാനിക്കേണ്ടത്. ഞാൻ അങ്ങനെ തീരുമാനിക്കില്ല. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും പ്രതിസന്ധികളുണ്ടായാലും അഞ്ജിതയെ വിവാഹം കഴിക്കാൻ ഞാൻ തയ്യാറാ.